നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയിൽ റിട്ടയർ എയർ കമഡോർ ആയിരുന്ന MK ചന്ദ്രശേഖരന്റെയും ആനന്ദവല്ലിയുടെയും മകനായി 1964 മെയ് 31 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനനം. തൃശൂരിലെ സെന്റ് പോൾസ് കോൺവെന്റ് സ്കൂളിലും ബംഗളൂരുവിലെ കേന്ദ്രീയ വിദ്യാലയത്തിലുമായാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും, ചിക്കാഗോയിലെ ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദവും നേടി. 1988 മുതൽ 1991 വരെ അമേരിക്കയിലെ ഇന്റൽ കമ്പ്യൂട്ടർ കമ്പനിയിൽ കമ്പ്യൂട്ടറിന്റെ ചിപ്പ് പ്രോസസർ നിർമ്മിക്കുന്ന IT ഉദ്യോഗസ്ഥനായി ജോലി നോക്കി. 1991 PPL ഗ്രൂപ്പ് ചെയർമാൻ TPG നമ്പ്യാരുടെ മകളായ അഞ്ജു ചന്ദ്രശേഖരനെ വിവാഹം ചെയ്ത ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1991 BPL കമ്പനിയിൽ ചേർന്ന് 1994 BPLന്റെ തന്നെ മൊബൈൽ ഫോൺ കമ്പനി രൂപീകരിച്ചു. 2005 അതിന്റെ 64% ഓഹരികൾ SR ഗ്രൂപ്പിന് വിൽപ്പന നടത്തി കൈമാറി. രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച PPL മൊബൈൽ കമ്പനി ലയനശേഷം വോഡാഫോൺ SR കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2005 രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങി. ഇപ്പോൾ അത് $800 മില്യൺ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയായി പ്രവർത്തിക്കുന്നു. 2006 BJPയിൽ ചേർന്നതോടെയാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2006 കർണാടകയിൽ നിന്ന് BJP സ്വതന്ത്രനായി രാജ്യസഭാംഗമായ അദ്ദേഹം പിന്നീട് 2 തവണ കൂടി രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 മുതൽ 2024 വരെയുള്ള 18 വർഷം BJP ടിക്കറ്റിൽ രാജ്യസഭാംഗമായിരുന്ന രാജീവ് 2021 മുതൽ 24 വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ 2020 മുതൽ BJPയുടെ ദേശീയ വക്താവാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സിറ്റിംഗ് MP ആയ ശശി തരൂരിനോട് പരാജയപ്പെട്ടിരുന്നു. 2025 മാർച്ച് 25 BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ നാട്ടിലെ കുടുംബ വീട് തൃശൂർ ജില്ലയിലെ ദേശമംഗലത്താണ്. വേദ് രാജീവ് ചന്ദ്രശേഖർ, ദേവിക ചന്ദ്രശേഖർ എന്നിവരാണ് മക്കൾ. ശ്രീദേവി, ഐ കേരള, തിരുവനന്തപുരം.